IC പീഡന കേസിലെ അതിജീവിതയെ പിന്തുണച്ച നഴ്സിംഗ് ഓഫീസർ അനിതയ്ക്ക് നിയമനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് നിയമനം. റിവ്യൂ ഹർജിയിലെ ഉത്തരവിന് വിധേയമായി നിയമനം നൽകും. കഴിഞ്ഞ 6 ദിവസമായി മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരത്തിലാണ് അനിത. അനിതയ്ക്ക് പുനർനിയമനം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേർന്നുണ്ട്. ശിവദാസ്, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, കഴിഞ്ഞ 6 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ സമരത്തിലായിരുന്നു PB അനിത. ഇവർ അതിജീവിതയെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഇടുക്കിയിലേക്ക് അടക്കം സർക്കാർ ഇവരെ സ്ഥലം മാറ്റി. പക്ഷെ പിന്നീട് ഇവർ കോടതിയെ സമീപിച്ചു. നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോയി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്നടക്കം ഇവർക്ക് അനുകൂലമായ വിധി വന്നു. അതിനുശേഷം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയും ഇവരെ പുനർനിയമനം നടത്തണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ സർക്കാർ വഴങ്ങിയിരുന്നില്ല. ഒടുവിൽ ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ സമരത്തിലായിരുന്നു. ഈ സമരം വളരെ ശക്തമായ രീതിയിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 6 ദിവസമായി അതിജീവിത അടക്കം ഇവരോടൊപ്പം സമരത്തിൽ പങ്കാളികളായിരുന്നു. മറ്റ് CPM ഒഴികെയുള്ള മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ സമരത്തിന്റെ ഭാഗമായി, സമരത്തിന്റെ പിന്തുണയുമായി രംഗത്ത് വന്നു. ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇപ്പോൾ സർക്കാരിന് ഇവർക്ക് വീണ്ടും പുനർനിയമനം നൽകേണ്ടി വന്നിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണ് ഇപ്പോൾ നിയമനം നൽകിയിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ഉത്തരവിൽ സർക്കാരിന് ഈ ഉത്തരവിൽ സന്തോഷമുണ്ട് എന്നാണ് ഇവരുടെ പ്രതികരണം. വ്യക്തമാണ്. ശിവദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.